ഹായ് എല്ലാവർക്കും ഫുഡി ബോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ഫുഡി ബോയിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ ഷെഫ് സുരേഷ് പിള്ള ചേട്ടൻ്റെ ഫിഷ് നിർവാണയാണ്. അടിപൊളി വെറൈറ്റി ആയിട്ടൊരു ഡിഷാണ് ഫിഷ് നിർവാണ എന്ന് പറയുന്നത്. അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ, ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ കരിമീനാണ് ഞാൻ ഇന്ന് എടുത്തേക്കുന്നത് നിർവാണ ഉണ്ടാക്കാനെ കൊണ്ട്. എങ്ങനെ നിർവാണ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മളിത് കരിമീൻ എടുത്തേക്കാണ്. ഞാനിപ്പോൾ ഒരു 1/2 കിലോ കരിമീൻ എടുത്തിട്ടുണ്ട്. നല്ല മീൻ നോക്കി വാങ്ങിക്കണം. കരിമീൻ ആയതുകൊണ്ട് ചിലപ്പം പഴയത് കിട്ടും, അപ്പം ശ്രദ്ധിച്ചോണം അത്. അപ്പോൾ നമുക്കിത് നല്ലോണം ഒന്ന് ചെതമ്പി എടുക്കണം. നല്ല ചെതമ്പലുള്ളൊരു മീനാണിത്. അപ്പോൾ നല്ലോണം ക്ലീൻ ചെയ്തെടുക്കണം നമ്മുടെ മീൻ. കരിമീൻ നല്ല ടേസ്റ്റുള്ളൊരു മീനാണ്. അതിൻ്റെ കൂട്ട് തന്നെ അതിന് വിലയുണ്ട്. അപ്പോൾ നമ്മുടെ കരിമീൻ നല്ലോണം നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്തേക്കണം. അതിൻ്റെ ചെതമ്പലൊക്കെ എടുത്ത് കളഞ്ഞ് അകത്തെ അഴുക്കൊക്കെ എടുത്ത് കളഞ്ഞ് ഇനിയിപ്പോൾ നമുക്കിത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വരഞ്ഞു കൊടുക്കണം. ഇതിൻ്റെ മാംസത്തിന് നല്ല കട്ടിയാണ്, അപ്പോൾ ശ്രദ്ധിച്ച് അത് വരഞ്ഞു കൊടുക്കുക. നമുക്കൊരു 3 വര വരച്ചാൽ മതി, കാരണം നമ്മുടെ ഉപ്പും മുളകൊക്കെ അതിനകത്ത് പറ്റണം. ഇനി ഇത് കഴുകുമ്പം ഉപ്പും പുളിയും ഉപയോഗിച്ച് കഴുകണം, എന്നാലേ ആ കായൽ മീൻ ആയതുകൊണ്ട് അതിൻ്റെ ആ അടുമ്പൊക്കെ അങ്ങ് പോത്തുള്ളൂ, അഴുക്കൊക്കെ പോത്തുള്ളൂ. അപ്പം അത് ശ്രദ്ധിച്ച് കഴുകിക്കണം. അപ്പം നമ്മുടെ മീൻ നല്ലോണം നമ്മളിത് കഴുകി വൃത്തിയാക്കി വരഞ്ഞെടുത്തിട്ടുണ്ട്. അടിപൊളിയായിട്ട് വരഞ്ഞ് നല്ലോണം അതിനകത്ത് അഴുക്കൊക്കെ എടുത്ത് കളഞ്ഞ് നല്ല വൃത്തിയാക്കിയേക്കാണ്. ഇനിയിപ്പോൾ നമുക്കൊരു മസാല തയ്യാറാക്കാം. മസാല തയ്യാറാക്കാനായിട്ട് ഞാനിപ്പം ആദ്യമേ മഞ്ഞപ്പൊടിയാണ് എടുക്കുന്നത്. വളരെ സിമ്പിൾ മസാലയാണ്. നമുക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി എടുക്കാം. മഞ്ഞപ്പൊടി കൂടെ തന്നെ നമുക്ക് കാശ്മീരി മുളക് പൊടിയാണ്, അതൊരു 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ടേബിൾ സ്പൂണല്ല, ടീസ്പൂണ്. ഇനി നമുക്ക് ഇതിനകത്ത് മെയിനായിട്ട് ചേർക്കേണ്ട കുരുമുളക് പൊടിയാണ്. കുരുമുളക് പൊടി 1 ടീസ്പൂൺ എടുക്കാം. കൂടെ തന്നെ 1 ടീസ്പൂൺ ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കുക. അതിനകത്ത് ഉപ്പിട്ടതിന് ശേഷം നമുക്ക് ഒരു കതിര് കറിവേപ്പില എടുത്തിട്ട് ചതച്ചത് ഇട്ട് കൊടുക്കാം. ചതച്ചതാണ്. ഇനി നമുക്ക് നമ്മുടെ മെയിൻ ഐറ്റമായിട്ടുള്ള നാരങ്ങ നീരാണ്. ഞാൻ 1 നാരങ്ങ ഫുള്ള് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്, അത് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ അടിപൊളിയായിട്ട് നമ്മൾ അരപ്പ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ളൊരു അരപ്പാണിത്. അപ്പോൾ നമ്മൾ അരപ്പ് പ്രിപ്പയർ ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ സിമ്പിൾ അരപ്പാണ്. ഇനിയിപ്പോൾ നമ്മുടെ മീനകത്തോട്ട് ഇത് പുരട്ടിയെടുക്കുകയാണ്. അപ്പം നല്ല രീതിയിൽ നമുക്ക് ഇതിനകത്തോട്ട് ഇങ്ങനെ അരപ്പ് തേച്ച് കൊടുക്കണം. അതുകൊണ്ട് ഈ വിടവിനകത്തൊക്കെ, അതായത് നമ്മൾ വരഞ്ഞതിനകത്തൊക്കെ അരപ്പ് പറ്റണം. അപ്പോൾ നമ്മൾ നല്ലോണം 4 മീനും അരപ്പ് പുരട്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കരിമീനകത്ത് നമ്മൾ നല്ല രീതിയിൽ അരപ്പ് പുരട്ടി നല്ലോണം എടുത്തേക്കാണ്. ഇനിയിപ്പോൾ ഒരു 1/2 മണിക്കൂർ ഇത് മാരിനേഷന് വെക്കണം. അതിനുശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് നമ്മുടെ നിർവാണ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് കുക്ക് ചെയ്ത് തുടങ്ങാം. ആദ്യമേ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിനകത്തോട്ട് ജസ്റ്റ് ഒന്ന് നമുക്ക് നമ്മുടെ ഫിഷ് ഫ്രൈ ചെയ്തെടുത്താൽ മതി. എണ്ണ ഒന്ന് ചൂടാവട്ടെ. അപ്പോൾ നമുക്ക് എണ്ണ ചൂടായി വരുന്നുണ്ട്. അതിനകത്തോട്ട് നമ്മുടെ മീൻ ഇട്ട് കൊടുക്കാം. നല്ല രീതിയിൽ ഇതേ കണ്ടോ അരപ്പ് പറ്റിയിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് തിരിച്ചും കൂടി ഇട്ട് വറുത്തെടുക്കാം. അപ്പം ജസ്റ്റ് ഒന്ന് നമുക്ക് പൊള്ളിച്ചെടുത്താൽ മതി. ആ ഗ്രിൽഡ് ആയിട്ടൊന്ന് വന്നാൽ മതി ജസ്റ്റ്. ഇതിന് ശേഷമാണ് നമ്മൾ നിർവാണയാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഫിഷ് നല്ലോണം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിത് എടുത്ത് പ്ലേറ്റിലോട്ട് മാറ്റിയേക്കാം. അപ്പോൾ നമുക്ക് അടുത്ത ഫിഷും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കരിമീൻ പൊള്ളിച്ചെടുത്തേക്കാണ്. ഇതിനകത്തുനിന്ന് ഞാൻ സൈസ് നോക്കി വലിയ 2 എണ്ണം എടുത്തേക്കാണ് നമ്മൾ നിർവ്വാണ ഉണ്ടാക്കാൻ. അപ്പോൾ നിർവ്വാണയുടെ അടുത്ത സ്റ്റെപ്പിലോട്ട് നമുക്ക് പോകാം.
അപ്പം നിർവാണയുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോണൊക്കെ ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ട് അതിനകത്തോട്ട് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക, ഒരല്പം മതി. അതിനുശേഷം നമുക്കൊരു വാഴയില ഇതേപോണക്കും വാട്ടിയിട്ട് അതിനകത്തോട്ട് ഇറക്കി വെക്കണം. സേഫ്റ്റിക്ക് ഒരു ചെറിയ ഇലയും കൂടി ഇട്ടേക്കാം. ഇതിലേക്ക് നമുക്ക് നമ്മുടെ വറുത്ത മീൻ ആദ്യം ഇറക്കി വെക്കാം. നമ്മുടെ അടുത്ത മീനും എടുത്തു വെക്കുക. ഞാനിപ്പോൾ 2 മീൻ ഒരുമിച്ച് വെച്ചാണ് നിർവാണ ഉണ്ടാക്കുന്നത്. 2 മീൻ ഇട്ടതിന് ശേഷം ഇനി നമുക്ക് ഇത് തേങ്ങാപ്പാലാണ് ഒഴിക്കുന്നത്. നല്ല തേങ്ങാപ്പാൽ, ഫസ്റ്റ് പാലാണിത്. അത് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഒരു വലിയ ബോൾ എടുത്തിട്ടുണ്ട്, അത് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കണം. അതായത് നമ്മുടെ 2 മീനും മുങ്ങിക്കിടക്കണം ഇതിനകത്ത്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് അരിഞ്ഞു വെച്ച ഇഞ്ചി പീസാണ്, അതിട്ട് കൊടുക്കാം. ചെറുതായിട്ട് അരിഞ്ഞതാണ്, അതിങ്ങനെ ഷാറ്റഡ് ചെയ്ത് വിതറിയിടണം നമുക്ക്, എന്നാലേ ആ ഫ്ലേവർ എല്ലായിടത്തും കിട്ടത്തുള്ളൂ. കൂടെ തന്നെ ഒരു കഷ്ണം തേങ്ങ നുറുക്കിയതാണ്, അതും ഇതേപോലെ തന്നെ ഷാറ്റേഡ് ചെയ്ത് ഇട്ട് കൊടുക്കണം. തേങ്ങാക്കൊത്ത് അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഇനി 2 പച്ചമുളക് കീറിയതിട്ട് കൊടുക്കാം. കൂടുതൽ എരി വേണമെങ്കിൽ കൂടുതൽ ആഡ് ചെയ്യാം. ഇനി അല്പം ഉപ്പ്, ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് മതി. കൂടെ തന്നെ കുരുമുളക് പൊടിയുണ്ട്, കുരുമുളക് പൊടി 1 ടീസ്പൂൺ. ഇനി നമുക്ക് അല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ എല്ലാ ഇൻഗ്രീഡിയൻസും നല്ലോണം തിളച്ച് വെന്ത് മീനകത്ത് ഇറങ്ങണം. അപ്പോൾ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ നിർവാണത അടിപൊളിയായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ മീനൊക്കെ അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതുകൊണ്ട് ചാറൊക്കെ ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനിയിപ്പോൾ നമുക്കിതങ്ങ് വാങ്ങി സെർവ് ചെയ്യാം. അപ്പോൾ നമുക്ക് നിർവാണ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് അടിപൊളി ടേസ്റ്റാണ് കഴിക്കാനെ കൊണ്ട്. നല്ലോണം കണ്ടോ, നല്ല രീതിയിൽ ഇത് വെന്ത് കുറുകി വന്നിട്ടുണ്ട്. ആ പാലിനകത്ത് കിടന്ന് നമ്മൾ ആ ഫ്രൈ ചെയ്ത മീൻ നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. ആ തേങ്ങാപ്പാലിൻ്റെയൊക്കെ ടേസ്റ്റ് അടിപൊളിയാണ്. വായിക്കൂടി വെള്ളം വരുന്നത്. അടിപൊളി ടേസ്റ്റാണ്. ഈ നിർവാണയുടെ പ്രത്യേകത ഏത് മീൻ വെച്ചും നിർവാണ ഉണ്ടാക്കാനാണ് അദ്ദേഹം പറയുന്നത്. അടിപൊളി അന്യായ ടേസ്റ്റാണ്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇത് ചെയ്യുന്ന സമയത്ത് ഈ പാൽ ഒരുപാട് കുറുകി പോകരുത്. കുറുകി പോയി കഴിഞ്ഞാൽ വൈറ്റ് കളർ നഷ്ടപ്പെടും. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടൊരു ഡിഷാണ്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി ഒരു അടിപൊളി വീഡിയോ ആയി വരുന്നുണ്ട്. ബൈ ബൈ.